അഡ്രിയാൻ ലൂണക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ടീമിലെത്തിക്കും എന്നത് അറിയാൻ വേണ്ടിയാണ് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അൽവാരോ വാസ്കസിന്റെ ട്രാൻസ്ഫർ റൂമറുകൾ വളരെ ശക്തമായി തുടർന്നിരുന്നു. അൽവാരോ വാസ്കസിന് പുറമെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളുടെ പേരും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായി ഓപ്പൺ ആകുന്നത്. പല ISL ക്ലബ്ബുകളും പല വിദേശ താരങ്ങളുമായും ഇന്ത്യൻ താരങ്ങളുമായും ചർച്ചയിലാണ്. അതേസമയം ഇപ്പോൾ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വളരെ ഗംഭീരമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു ഇന്ത്യൻ ക്ലബ്ബ്. ഒരു സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കിക്കൊണ്ടാണ് വിന്റർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് ആ ഇന്ത്യൻ ക്ലബ്ബ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ജിയാനി ഡോസ് സാന്റോസ് ഒടുവിൽ ഒരു ഇന്ത്യൻ ക്ലബ്ബുമായി ധാരണയിലെത്തിയെന്ന് മാർക്കസ് മെർഗലോയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്റർ കാശിയാണ് ജിയാനി ഡോസ് സാന്റോസിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. താരത്തെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് കനേഡിയൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ അത്ലറ്റിക്കോ ഒട്ടാവയ്ക്ക് വേണ്ടിയാണ്. പുറമെ കനേഡിയയിലെ മറ്റൊരു ക്ലബ്ബായ പസഫിക് FC തുടങ്ങിയ ക്ലബിന് വേണ്ടിയും പന്ത് തട്ടിയിട്ടുണ്ട്. കാനഡയ്ക്ക് പുറമെ നെതർലാൻഡ്സിലും കളിച്ചുള്ള പരിചയ സമ്പത്തുണ്ട്. ഡോർട്ട്റെക്റ്റ് അണ്ടർ-19 ക്ലബിലൂടെയാണ് അദ്ദേഹം പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. തുടർന്ന് ഡോർട്ട്റെക്റ്റിൻ്റെ അണ്ടർ-21നും സ്പാർട്ട അണ്ടർ-21 ക്ലബ്ബുകൾക്ക് വേണ്ടിയുമൊക്കെ പന്ത് തട്ടിയിട്ടുമുണ്ട്.